മറയൂരിൽ നാട്ടിലിറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ വനം വകുപ്പ് നീക്കങ്ങൾ ഊർജിതമാക്കി. കാട്ടിലിറങ്ങി ദുരന്തം വിതയ്ക്കുന്ന 40ഓളം വരുന്ന കാട്ടാനക്കൂട്ടത്തെ കാടുകളിലേക്ക് കയറ്റുന്നതിനുള്ള തീവ്രശ്രമത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. അപകടകരമായ സാഹചര്യത്തിൽ ജീവൻ പണയം വെച്ചാണ് ഇവരുടെ ഓരോ നീക്കങ്ങളും. ചിന്നാർ, മറയൂർ, കാന്തല്ലൂർ റേഞ്ചുകളിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അത്യന്തം അപകടകരമായ ദൗത്യവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. 3-4 കൂട്ടങ്ങളായി വിഹരിക്കുന്ന 40ഓളം കാട്ടാനകളെ കാട്ടിലേക്ക് തിരികെ ഓടിക്കുകയെന്ന ശ്രമകരമായ ജോലിയാണ് ഇവർക്ക് മുന്നിലുള്ളത്. സംഹാര താണ്ഡവവുമായി റോഡരികിലും കൃഷിയിടങ്ങളിലും ഇറങ്ങുന്ന കാട്ടാനകളെ കണ്ടെത്താനായി 4 മണിയോടെ ഇവർ രംഗത്തിറങ്ങും. പിന്നീട് നേരം പുലരും വരെയും കാട്ടാനകളെ തിരികെ അയക്കാനുള്ള യുദ്ധമാണ്. ചെറിയൊരു പിഴവുണ്ടായാൽ മരണം തന്നെ സംഭവിക്കാം. ഇവിടെ ചെയ്യുന്നത് മുളക് കത്തിച്ച് അതിൻ്റെ ഒരു സ്മെല്ല് ആ ഭാഗത്ത് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആനയ്ക്ക് അരോചകമായത് കാരണം ആ ഭാഗത്തേക്ക് ആന പ്രവേശിക്കുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഇങ്ങനെയുള്ളത് പിന്നെ വാച്ചർമാരുടേതായ ഒരു രീതിയുണ്ട്, ബഹളമുണ്ടാക്കി ഒട്ടിക്കുന്നു. അപ്പോൾ ആ ഒരു മാർഗങ്ങളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അടുത്തിടെ മറയൂരിൽ വ്യാപാരിയെ കാട്ടാന കുത്തിക്കൊന്നിരുന്നു. 100ഓളം കൃഷിയിടങ്ങളും നിരവധി വീടുകളും കാട്ടാനക്കൂട്ടം ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. ആനകളുടെ ശല്യം രൂക്ഷമാകാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വനംവകുപ്പ് ഇവിടെ. മറയൂരിൽ നിന്നും ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.